ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന US-ഇറാൻ സമാധാന ചർച്ചയൊക്കെ തവിട് പൊടിയായി. JD വാൻസ് അത് പറയുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ പറയുകയാണ് US യുദ്ധക്കപ്പലുകൾ രഹസ്യ കടന്നുകയറ്റം നടത്തി. എവിടേക്ക്? ഈ ഹോർമൂസ് സ്ട്രെയിറ്റിലേക്ക് രഹസ്യമായി കടന്നു കയറി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് എന്തിനാണ്? അല്ല, അത് രഹസ്യമായിട്ട് കടന്നു കയറി എന്നുള്ളത് നമുക്കത് അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല പ്രജിത. കാരണം അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിന്റെ മേധാവി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ 2 ഡെസ്ട്രോയേഴ്സ്, 2 പടക്കപ്പലുകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് ഈ ഹോർമസ് സ്ട്രെയിറ്റിലേക്ക്. അവരവിടെ കടലിൽ നിന്ന് കടന്നു പോകുമ്പോൾ, ഈ ഹോർമസ് സ്ട്രെയിറ്റ് വഴി കടന്നു പോകുമ്പോൾ ഇറാനിൽ നിന്നുള്ള ഇറാനിയൻ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർ ഉണ്ട്, അതിൻ്റെ നേവൽ വിഭാഗം അവർക്കൊരു മെസ്സേജ് അയച്ചു തുടർച്ചയായിട്ട്. അതായത്, നിങ്ങൾ ഇത് കടന്നുകയറ്റമാണ്, തിരിച്ചു പോക്കോ, ഇവിടെ വരാൻ പാടില്ല, ഇതുവഴി വരാൻ പാടില്ല, കടന്നു പോക്കോ, ദിസ് ഈസ് ദ ലാസ്റ്റ് വാർണിംഗ് 3-4 തവണ വാൺ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്ന് വന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നിയമപ്രകാരമാണ്, അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഹോർമസ് സ്ട്രെയിറ്റ് വഴി പോകുന്നത്. നിങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കാനൊന്നും പറ്റുമെന്നില്ല, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളൊരു വയലേഷനും നടത്തിയിട്ടില്ല എന്ന് അവർ മറുപടി പറഞ്ഞു. ആരാ? അമേരിക്കൻ യുദ്ധക്കപ്പലിൽ നിന്ന്. അപ്പൊ ഇവരവിടെ പോകാനുള്ള കാരണം, ഈ ഹോർമസ് സ്ട്രെയിറ്റിൽ ഇറാൻ ധാരാളം മൈൻസ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും കപ്പലെങ്ങാനും അതിനകത്ത് തട്ടിയിട്ടുണ്ടെങ്കിൽ പണ്ടാറടങ്ങും, എക്സ്പ്ലോഡ് ചെയ്ത് എല്ലാവരും ചത്തുപോകും. ഇപ്പൊ ഈ എണ്ണ കപ്പലാണ് പോണെന്നുണ്ടെങ്കിൽ നോക്കുക വേണ്ട, തീ പിടിച്ച് വലിയ അപകടം ഉണ്ടാവും. അപ്പൊ അമേരിക്ക എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതെന്ന് വെച്ചാൽ, ഈ ഡ്രോൺസ് ഉണ്ടല്ലോ, ഡ്രോൺസ് ഉപയോഗിച്ചിട്ട്, അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉപയോഗിച്ചിട്ട് മൈൻസ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചത്. കാരണം ഇറാൻ ഈ മൈൻസ് എല്ലാം നിരത്തിയിട്ടു ഈ ഹോർമസ് സ്ട്രെയിറ്റിൽ അവരൊരു ഹസാർഡ് മാനർ, ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോ ഇറാന്റെ നേവിയിൽ മൈൻ സ്വീപ്പേഴ്സ് എന്ന് പറയുന്ന ബോട്ടുകളില്ല. മൈൻ വാരി കപ്പലുകൾ എന്നൊക്കെ പറയുമ്പോണ്ട് മലയാളം പത്രങ്ങളൊക്കെ. മൈൻ വാരി കപ്പലുകളില്ല, എല്ലാത്തിനും അമേരിക്ക മുക്കി കഴിഞ്ഞു. അവരുടെ നേവിനെ മൊത്തം തകർത്തു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ ഈ മൈൻ വാരി കപ്പലുകളും പോയിട്ടുണ്ടാവും. അപ്പൊ അമേരിക്ക മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് അപകടമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി അവർ അണ്ടർ വാട്ടർ ഡ്രോൺസ് ഉപയോഗിച്ച് ഈ മൈൻസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും അത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഇവര് ഹോർമസ് സ്ട്രെയിറ്റ് വഴി കടത്തി വിട്ടത്. അപ്പോൾ അവര് പറഞ്ഞു ഇതുവഴി കടന്നു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അമേരിക്ക പറഞ്ഞു ഇല്ല, ഞങ്ങൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ചാണ് പോണേന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സെൻട്രൽ കമാൻഡിന്റെ ചീഫ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഹോർമസ് സ്ട്രെയിറ്റ് എത്ര നാള് തുറക്കാതിരിക്കണോ അത്രയും കാലം ആ ഏരിയ കംപ്ലീറ്റ് സംഘർഷഭരിതമായിരിക്കും. ഒരു യുദ്ധം ഉണ്ടാവാൻ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നാ പറയുന്നത്. അതിന് പ്രത്യേകതയുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോണത് ഹോർമസ് സ്ട്രെയിറ്റ് വഴിയാണ് കടന്നു പോണത്. ആഗോള 20%, 20%, 20% ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% ഈ ഹോർമസ് സ്ട്രെയിറ്റ് വഴിയാണ് കടന്നു പോകുന്നത്. അവിടെ ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് 20 ലക്ഷം ഡോളറാണ് അവർ ഒരു കപ്പൽ ഒരു നേരം കടന്നു പോകാനായിട്ട് അവർക്ക് ടോൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്നും അമേരിക്ക അവരുടെ ഈ സമാധാന ചർച്ച, ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടോയെന്ന് കൂടി അറിയില്ല. ഹോർമസ് സ്ട്രെയിറ്റിൽ പ്രശ്നം ഉണ്ടാക്കരുത്, അതുവഴി സേഫ് പാസേജ് അലൗ ചെയ്യണം എന്ന് പറഞ്ഞതല്ലാതെ ടോള് മേടിക്കരുതെന്നൊന്നും അമേരിക്ക പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് വല്ല രഹസ്യ ഡീലിങ്സ് ഉണ്ടാവും. നീ 20 ലക്ഷം ഡോളർ, നീ ഒരു 15 ലക്ഷം നീ എടുത്തോ, ഒരു 5 ലക്ഷം ഞങ്ങളുടെ ഇതിനകത്തേക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അങ്ങനെ പറയാൻ വേണമെങ്കിലേ. അങ്ങനെ ഒരു നറേഷൻ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്തതാണ്. അതെ അതെ. കാരണം ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ്, ഇതൊരു കൂട്ട സംരംഭമാണ് എന്നുള്ളതാണ് ട്രംപ് അതിനെ വിശേഷിപ്പിച്ച വാക്ക്. അപ്പൊ കൂട്ട സംരംഭം എന്ന് പറയുമ്പോൾ അതിൽ ട്രംപിനും
ഒരു കൈയുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ചോദിക്കും. കാരണം കമന്നു വീണാൽ കാൽപ്പണം എന്ന് പറയുന്നതാണ് ട്രംപിന്റെ ഒരു അദ്ദേഹം ഒരു രീതി. കച്ചവടക്കാരനാണ്. കച്ചവടം നടത്താൻ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മരുമകനല്ലേ ഇപ്പൊ ഇറാന്റെ മറ്റേ ചർച്ചയ്ക്ക് വേണ്ടി അതെ, പോയിരുന്നത്, പോയിരിക്കുന്നത്. കോഷണർ പറഞ്ഞ ആള്. അയാള് റിയൽ എസ്റ്റേറ്റ് മുതലാളിയാണ്. അമേരിക്കയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരിൽ ഒരാളാണ് അയാള്. അപ്പൊ ഇറാനിലേക്ക് നല്ല കച്ചവടം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അതായത്. സർ, ഇപ്പോ ഈ മൈനുകളുടെ വിഷയത്തിലേക്ക് വരുമ്പോ, ആ മൈനുകൾ അവിടെ നിന്ന് ഈ അമേരിക്കയുടെ കപ്പലുകൾ അല്ലെങ്കിൽ അത് കണ്ടെത്തുന്ന സംവിധാനം ഉപയോഗിച്ച് ഇതെല്ലാം കണ്ടെത്തി മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അവിടെ ഇറാനെ സഹായിക്കുകയല്ലേ ചെയ്യുന്നത്? ഇറാനെ സഹായിക്കാമല്ലോ. അത് ആഗോള വിപണിയിൽ ആഗോള കപ്പൽ വ്യാപാരത്തിന്, എണ്ണ വ്യാപാരത്തിനല്ലേ അമേരിക്ക. സുരക്ഷിതമാക്കാൻ അതെ വേണ്ടിയിട്ടാണ്. അതെ. പക്ഷെ വേറെ കാര്യമുണ്ട്. ഇറാൻ അതിനിടയിൽ പറയുകയുണ്ടായി, ഇറാൻ ഇപ്പോൾ മൈനുകൾ എവിടെയൊക്കെയാണ് തങ്ങൾ സ്ഥാപിച്ചതെന്ന് അവർക്ക് തന്നെ അറിയാത്ത ഒരു സാഹചര്യം. ഉം, അപ്പൊ അവർക്കത് പോയി മാറ്റാനും കഴിയുന്നില്ല. ഉം. ഇനി ഇവരുടെ ഈ സുരക്ഷാ ടോളൊക്കെ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു കപ്പൽ പോവുകയാണെങ്കിൽ ഇതിനിടയിൽ വെച്ചൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയമാവില്ല. അത് തീർച്ചയായിട്ടും. പക്ഷെ അമേരിക്കയ്ക്ക് ഒരു കാര്യം ഉണ്ടാവും, നമ്മൾ സമ്മതിക്കണം കേട്ടോ ഒരു കാര്യം. അമേരിക്ക ആദ്യമേ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളോട്, നാറ്റോ രാജ്യങ്ങളോട് എല്ലാവരോടും പറഞ്ഞാണ് നിങ്ങൾ ഈ സംരംഭത്തിൽ ഞങ്ങളെ സഹായിക്കണമെന്ന്, ഈ ഇറാനിയൻ യുദ്ധത്തിൽ. അപ്പൊ അവര് ആരും താല്പര്യം കാണിച്ചാൽ അവര് പറയുകയും ചെയ്തു, ഇല്ലല്ല ഞങ്ങൾ യുദ്ധത്തിലൊന്നും ഇടപെടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അവരുടെ കപ്പലുകൾക്ക് അതുവഴി പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഈ മൈൻസ് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് കൂടി പ്രയോജനം ഉണ്ടാകുന്ന ഒരു ജോലിയാണ് അമേരിക്ക ചെയ്യുന്നത്. ഇറാനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം, ഉം. ഇപ്പൊ ഇറാൻ പറയുന്നത് കടന്നുകയറ്റം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു കടന്നുകയറ്റമേ അല്ല എന്നാണ് ഇപ്പൊ സാർ പറയുന്നത്. No, no, ഈ പ്രജിത, ഈ ഹോർമസ് സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇറാന്റെ സ്വത്തൊന്നുമല്ല, ഇറാന്റെ പ്രോപ്പർട്ടി ഒന്നും അല്ല അത്. അത് ഐക്യരാഷ്ട്രസഭയിൽ പാസ്സാക്കിയിട്ടുള്ള പ്രമേയം പ്രകാരം അതുവഴി കടന്നു പോകുമ്പോൾ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അത് ഇന്റർനാഷണൽ വാട്ടേഴ്സ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുവഴി ആർക്കും ആണെങ്കിലും നിയമപ്രകാരം കടന്നു പോകാവുന്നതാണ്. അതിനകത്ത് അത് തടയാനായിട്ട് ഇറാൻ ഒരു അധികാരമില്ല. ഇറാൻ ഇപ്പൊ ഒരു അസല് കവലച്ചട്ടമ്പിയുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, കവലച്ചട്ടമ്പിയുടെ ശൈലിയിലാണ് അവർ ഉപയോഗിക്കുന്നത് മുഴുവനും. അതിന് ഇറാന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ ഇറാനുമായിട്ട് വർഷങ്ങളോളമായിട്ടുള്ള ബന്ധമുണ്ട്. ബന്ധമുണ്ടല്ലോ. അത് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഷിയാസ് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് പാകിസ്ഥാൻ. ഒന്നാമത്തെ രാജ്യം ഇറാനാണ്, ഏറ്റവും കൂടുതൽ ഷിയ കമ്മ്യൂണിറ്റി ഉള്ളത്. രണ്ടാമത്തെ രാജ്യം പാകിസ്ഥാനാണ്. അപ്പം എത്രയാണെങ്കിലും ഈ മറ്റേ കോയമാര് തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിരിക്കുമല്ലോ. ഇപ്പൊ യൂറോപ്പിലാകമാനം വിമാന ഇന്ധന ക്ഷാമം ഉം. അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതെ ഈ അതെ അതെ. സാഹചര്യത്തിലാണ് യൂറോപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നിട്ട് പോലും യൂറോപ്പ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഉം. അപ്പോഴാണ് മൈനുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക തന്നെ നേരിട്ടിറങ്ങുന്നത്. അമേരിക്ക കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് പറഞ്ഞല്ലോ, എനിക്ക് നാറ്റോയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല എന്ന്. നാറ്റോ എന്ന് പറഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ അധ്യക്ഷതയിൽ ഏതാനും ജനാധിപത്യ രാജ്യങ്ങൾ ചേർന്ന്, യൂറോപ്പിലെ ജനാധിപത്യ രാജ്യങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയ സംഘടനയാണ്. അമേരിക്കയില്ലെങ്കിൽ പിന്നെ നാറ്റോ എവിടെയാണുള്ളത്? അവര് ഈ നാറ്റോ രാജ്യങ്ങളോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ആ ബഹുമാനം കൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടൂ, യുദ്ധമൊന്നും ചെയ്യണ്ട, പക്ഷെ നിങ്ങളുടെ സൈന്യത്തിനെ അയക്കും, നിങ്ങൾ പ്രഷറൈസ് ചെയ്യൂ ഇറാനെ, അങ്ങനെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് അവർ കേട്ടില്ല. ഇപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, ഇറാന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനായിട്ടുള്ള ശേഷി ഇറാൻ അതിനോട് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ആണവ റിയാക്ടർ പണിയാനായിട്ട് ഇറാൻ കാണിക്കുന്ന ഒരു ആവേശം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ യുറേനിയം എൻറിച്ച് ചെയ്യണത് എത്രയോ കോടി രൂപ മുടക്കി, എത്രയോ ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കഴിവോടുകൂടി യുറേനിയം എൻറിച്ച് ചെയ്യാൻ ഒരു പ്രത്യേക ഫെസിലിറ്റി തന്നെ സൃഷ്ടിക്കുന്നത് അത് ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബോംബ് അവർ ഉപയോഗിക്കുക അമേരിക്കയ്ക്ക് നേരെ, ഇസ്രായേലിന് നേരെ ആയിരിക്കും. അത് അവരിൽ നിന്നും ഹസ്ബുള്ളയ്ക്കോ ഹമാസിനോ കിട്ടില്ല എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അവരിത്രയും തീവ്രവാദ സംഘടനകളെയും ഭീകര സംഘടനകളെയും പരിപോഷിപ്പിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവർ നാളെ ഇവർക്കൊന്നും ഈ ന്യൂക്ലിയർ ബോംബ് കൊടുക്കൂല എന്നുള്ളതിന് എന്ത് ഗ്യാരണ്ടി ഉണ്ട്?
സോ നാച്ചുറലി അമേരിക്ക ദേ പ്ലേഡ് എ ടഫ് ഗെയിം. യുദ്ധത്തിൽ അമേരിക്ക തോറ്റോ ജയിച്ചോ അത് പറയാറൊന്നും ആയിട്ടില്ല നമ്മൾ. ഇപ്പം അവർ തൽക്കാലം അവർ എന്താ പറയണ, ദേ ആർ ഗോയിങ് സ്ലോ. കാരണം അവർക്ക് ആൾനാശം ഒന്നും ഉണ്ടാവാനായിട്ട് അവർക്ക് താല്പര്യപ്പെടുന്നു. ഇപ്പം തന്നെ 12-15 പേരൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കക്കാർ. അവർ പ്രസിഡന്റ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ ഡോണ്ട് വാണ്ട് ടു സീ എനി കോഫിൻസ് കമ്മിങ് ബാക്ക് ടു അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി പോരാടി വീരമൃത്യു അമേരിക്കൻ സൈനികർ വീരമൃത്യു വരിക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ ആ ഡെഡ് ബോഡി അമേരിക്കയിൽ എത്തരുത് എന്നാണ് ഞാൻ എന്നാണ് എൻ്റെ ആവശ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ നാച്ചുറലി അദ്ദേഹം അമേരിക്കയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എന്ത് നടപടിയാണ് എടുക്കണമെന്ന് വെച്ചാൽ അതൊക്കെ എടുക്കും. യുദ്ധം ഇപ്പോൾ ഇറാൻ ജയിച്ചു എന്നോ അല്ലെങ്കിൽ അമേരിക്ക തോറ്റു എന്നോ ഒന്നും പറയാറായിട്ടില്ല. അത് ഇനി എന്ത് നടക്കാൻ പോകണമെന്നുള്ള 2 ആഴ്ച കഴിഞ്ഞിട്ട് എന്ത് നടക്കാൻ പോകണു എന്നുള്ളത് കൂടി മനസ്സിലായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ലെബനൻ 6 തവണ 7 തവണയാണ് ഇസ്രായേലിൻ്റെ കാല് പിടിച്ചത് പോയിട്ട് നമുക്ക് സംസാരിച്ച പ്രശ്നമൊക്കെ രമ്യതയിലെത്തിക്കാമെന്ന്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഭവം നടക്കുന്നത്. ഇസ്രായേൽ വളരെ ശക്തരാന്നല്ലേ അതിൻ്റെ അത് ആ പ്രവൃത്തി തെളിയിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.